വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്. ഏതൊരു ബാങ്ക് എക്സാം എടുത്താലും നിങ്ങൾക്ക് ഒരു മാർക്കിന് ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്താ ആവറേജ് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് നമുക്ക് ഇതിൽ ആകപ്പാടെ ഉള്ളത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു ഫോർമുല നോക്കിയേ. ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്പേഴ്സ് ഉണ്ട്, ഒരു 2, 6, 8, 7, 8, ഓക്കെ, ഒരു 8, 9, 10 എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ എനിക്ക് യവന്മാരുടെ ആവറേജ് എടുക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? യവന്മാരെ എല്ലാവരെയും കൂടെ എനിക്കൊന്ന് ആഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ യവന്മാരുടെ നമ്പർ. ഓക്കെ, അപ്പോ നോക്കാം. 2 + 6 + 7 + 8 + 9 + 10 ഡിവൈഡഡ് ബൈ യവന്മാരുടെ എണ്ണം 1, 2, 3, 4, 5, 6. അവനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാ എന്ത്? യവന്മാരുടെ ആവറേജ്. ഒന്ന് കൂട്ടി നോക്കാം. 6 + 2 8, 8, 7 15, 15, 8, 23, 32, 42 ഡിവൈഡഡ് ബൈ 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 7 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്ത് ചെയ്യുക? ഉള്ള നമ്പേഴ്സ് എല്ലാം കൂടെ സം ഓഫ് ഒബ്സർവേഷൻ എല്ലാ നമ്പറിന്റെയും സം എടുക്കുക, ഡിവൈഡഡ് ബൈ അവന്മാരുടെ നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്? അവരുടെ ആവറേജ്. ഓക്കെ, അപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? അവിടെ നമുക്ക് പല പല മാർഗ്ഗങ്ങളുണ്ട് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിനനുസരിച്ച് നമുക്ക് പല പല മാർഗ്ഗങ്ങൾ വരും. ചിലപ്പോൾ റാൻഡം ആയിട്ടുള്ള കുറെ നമ്പേഴ്സ് ആണെങ്കിൽ അതിന് മറ്റൊരു മെത്തേഡ് ഉണ്ട്. അല്ല, നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന് മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്ന കുറച്ച് നമ്പേഴ്സിന്റെ ആവറേജ് ഒന്ന് നോക്കാം. നോക്കുമ്പോ അരിത്തമെറ്റിക് സീക്വൻസിൽ വരുമ്പോ നോക്കിയേ, നമുക്ക് 2 മെത്തേഡ് വെച്ചാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നേ? ആവറേജ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കുന്നേ. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? അതിലെ മിഡിൽ ടേം വെച്ചിട്ടുള്ളതായിരിക്കും ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹയസ്റ്റ് നമ്പർ പ്ലസ് ലോവസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാ രണ്ടാമത്തെ മെത്തേഡ്. പക്ഷേ ഇവൻ ചെയ്യണമെങ്കിൽ ആ നമ്പർ എങ്ങനെ കിടക്കണം? അവൻ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാ നോക്കുന്നത്? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് എന്റെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു 1, 2, 3, 4, 5, 6. ആദ്യവന്മാരെന്താ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നല്ലേ എന്ന് ഇങ്ങനെ നോക്കുന്നത്? യവന്മാരുടെ ഡിഫറൻസ് തുല്യമാണോ നോക്കിയാൽ മതി. യവന്മാരുടെ ഡിഫറൻസ് 1 ആണ്, യവന്മാരുടെ ഡിഫറൻസ് 1 ആണ്, യവന് 1 ആണ്, യവന് 1 ആണ്, യവന്മാരെല്ലാരും 1. അങ്ങനെയാണെങ്കിൽ അവൻ എന്താ? സെയിം കോമൺ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അവന്മാർ അരിത്തമെറ്റിക് സീക്വൻസാ. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്ന സാധനം എടുക്കാം, അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പർ പ്ലസ് ലോവസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന കോൺസെപ്റ്റിലും ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ കിടക്കുന്ന നമ്പേഴ്സിന്റെ ആവറേജ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആവറേജ് ഒന്ന് കണ്ടുപിടിക്കുമ്പോ ഒന്ന് നോക്കാം. എന്താ? ജസ്റ്റ് ആദ്യം നമുക്ക് നോർമൽ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. യവന്മാരുടെ ആവറേജ് എന്ത് ചെയ്യാം? യവന്മാരെ എല്ലാരെയും കൂടെ ഒന്ന് കൂട്ടാം, ഡിവൈഡഡ് ബൈ അവന്മാരുടെ എണ്ണം 1, 2, 3, 4, 5, 6, 6 പേര്. ഓക്കെ, ചെയ്യുമ്പോ 2 + 1 3, 6, 10, 15, 21 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നതാ എന്ത്? നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 21 ഡിവൈഡഡ് ബൈ 6. 21 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഒരു 3 എത്ര കിട്ടും? 3.5 എന്ന് പറയുന്നത് എന്ത്? നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, 3.5 ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാ ഈ 3.5 പെട്ടെന്ന് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് മിഡിൽ ടേം എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോവാം. മിഡിൽ ടേമിലോട്ട് പോകുമ്പോ എടാ നോക്കിയേ, എന്റെ നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെയാ. ഏതാ? 1, 2, 3, 4, 5, 6. ഇതൊക്കെയാ എന്റെ തന്നിരിക്കുന്ന നമ്പേഴ്സ്. അപ്പൊ ഇവന്മാർ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു.
എനിക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇവന്മാരുടെ ആവറേജ് കിടക്കുന്ന ഇവന്മാരുടെ നടുക്കായിരിക്കും. അത്രേ ഉള്ളൂ. എന്താ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇവന്മാരുടെ ആവറേജ് കിടക്കുന്നത് എപ്പോഴും ഇവന്മാരുടെ നടുക്കത്തെ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നടുക്കത്തെ നമ്പർ ഏതായിരിക്കും ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടാ? ഇവിടെ മൊത്തം 6 നമ്പേഴ്സ് ഉണ്ട്. ഈ 6 നമ്പേഴ്സിൽ നടുക്കത്തെ നമ്പർ ഏതാ? ഇവിടെ നമുക്ക് നടുക്ക് 2 നമ്പർ ഉണ്ട്. ഏതൊക്കെയാ നോക്ക്. ഒന്ന് നോക്കുമ്പോ 3ഉം 4ഉം ഇവിടത്തെ നടുക്കത്തെ നമ്പർ അല്ലേ? ആണല്ലോ. 2 നമ്പർ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യവന്മാരുടെ ആവറേജ് എന്തായിരിക്കും? യവന്മാരെ 2 പേരെയും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 4 + 3 7/2 എന്ന് പറയുന്നത് ഒരു 3.5 എന്ന് നമുക്ക് ആൻസർ കിട്ടുമോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 3.5 കിട്ടിയില്ലേ? എല്ലാ നമ്പറും കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നില്ല. നോക്കാം. മറ്റൊരു നമ്പർ എടുക്കുകയാണേ. ഓക്കെ, കുറച്ച് നമ്പേഴ്സ് എടുക്കുകയാണേ. നമ്പേഴ്സ് എടുക്കുമ്പോൾ നോക്കിയേ, വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസിലുള്ള കുറച്ച് നമ്പേഴ്സ്. ഒരു ഓഡ് നമ്പർ ഓഫ് എണ്ണം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 3, 5, 7, 9, 11 എന്ന് പറയുന്ന ഒരു 5 നമ്പേഴ്സ് ഉണ്ട്. മൊത്തം എത്രയാ? 1, 2, 3, 4, 5 നമ്പർ. ഓഡ് നമ്പർ ഓഫ് എണ്ണമാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ആദ്യം അവൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കണം. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കുന്നത് എങ്ങനെയാ? യവന്മാരുടെ ഡിഫറൻസ് സെയിം ആണോ നോക്കണം. ഇവിടെ ഡിഫറൻസ് 2, ഇത് 2. അങ്ങനെയാണെങ്കിൽ അവന്മാരുടെ എല്ലാം ഡിഫറൻസ് എന്ത് തന്നെയാ? സെയിമാ. ഡിഫറൻസ് സെയിം ആണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസാ. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് 2 മെത്തേഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് മിഡിൽ ടേം വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഹൈയസ്റ്റ് നമ്പർ പ്ലസ് ലോവസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 വെച്ച് ചെയ്യാം. അതിന് ആദ്യം നമുക്ക് എന്താ മിഡിൽ ടേമിന്റെ കോൺസെപ്റ്റ് എടുക്കാം. ഇവിടെ ആകപ്പാടെ നമുക്ക് ഒരേ ഒരു മിഡിൽ ടേമേ വരുന്നുള്ളൂ അല്ലെ? നേരത്തെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം വന്നു. ഒരേ ഒരു മിഡിൽ ടേം വരെയാണെങ്കിൽ എന്തായിരിക്കും? നടുക്ക് വരുന്ന നമ്പർ ആയിരിക്കും അവന്റെ ആവറേജ്. ഇതിൽ നടുക്ക് വരുന്ന നമ്പർ ഏതാ? ഇവിടെ ഒരേ ഒരു നമ്പർ മാത്രമേ നടുക്ക് വരുന്നുള്ളൂ. ഏതാ? 7 എന്ന് പറയുന്ന ഒരേ ഒരു നമ്പറേ നടുക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഇവന്റെ ആവറേജ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, അപ്പൊ നടുക്ക് 2 നമ്പർ വരുന്നുണ്ടെങ്കിലോ? നടുക്ക് 2 നമ്പർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2ഉം കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോ ഇവിടെ ഒരു നമ്പറും കൂടെ വരെയാ, ഒരു 13ഉം കൂടെ വരെയാണെന്ന് കരുതുക. ഒരു 13ഉം കൂടെ വരെയാണെങ്കിൽ നമുക്ക് യവന്മാരുടെ ആവറേജ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. നോക്കിക്കേ, ഇവിടെ മൊത്തം എത്രയാ? 6 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? 1, 2, 3, 4, 5, 6 മൊത്തം 6 നമ്പേഴ്സ് ഉണ്ട്. യവന്മാർ എങ്ങനെയാ? യവന്മാർ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ യവന്മാരുടെ ആവറേജ് ഇവിടെ നടുക്ക് ഒരു നമ്പർ അല്ല 2 നമ്പർ ഉണ്ട്. 2 നമ്പർ ഉണ്ടെങ്കിൽ യവന്മാരുടെ ആവറേജ് ആയിരിക്കും എന്ത്? നമുക്കുള്ള ആവറേജ് എന്ന് പറയുന്നത് യവന്മാരുടെ മാത്രം ആവറേജ് എടുത്താൽ മതി. എന്താ? 7 + 9 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 9 + 7 16 ഡിവൈഡഡ് ബൈ 2 8 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നോർമൽ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 8 തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. ഇതാ നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. എന്താ? നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്ന ആദ്യത്തെ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, ഇപ്പോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവുകയാണേ. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോ ഓക്കെ നോക്കാം. എടാ 3, 5, 7, 9, 11 ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. യവന്മാരുടെ ആവറേജ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 7 അല്ലേ ആദ്യം കിട്ടിയത്? 7 കിട്ടി. മിഡിൽ ടേം എടുത്തപ്പോൾ കിട്ടി. ഇനി അത് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് അവനെ കിട്ടിയത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. അവന്മാർ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഹയസ്റ്റ് നമ്പർ പ്ലസ് ലോവസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2ഉം കൂടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹയസ്റ്റ്. ഓക്കെ, ഇതിലെ ഹയസ്റ്റ് നമ്പർ ഏതാ? 11 എന്ന് പറയുന്ന നമ്മുടെ ഹയസ്റ്റ് നമ്പർ. ലോവസ്റ്റ് നമ്പർ ഏതാ? 3 എന്ന് പറയുന്ന ലോവസ്റ്റ് നമ്പർ. യവന്മാരെ രണ്ടുപേരെയും കൂടെ ഒന്ന് കൂട്ടാം. അപ്പോ 11 + 13 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 11 + 13 എത്രയാ? 14 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടി? 7 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, ക്ലിയർ ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഈ മെത്തേഡ് നമ്മൾ എവിടെയാ ഉപയോഗിക്കുന്നത്? നമുക്കുള്ള നമ്പേഴ്സ് ഒരുപാട് ലാർജ് ആണെങ്കിൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പാടായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും മാത്രം മതിയല്ലോ. നമുക്ക് എന്ത് കിട്ടാം? ആവറേജ് കിട്ടിക്കൂടെ? ഓക്കെ, ക്ലിയർ അല്ലേ? ആണ്. ഇതിപ്പോ ഈവൻ നമ്പർ ആയാൽ പോലും, ഈവൻ നമ്പറിന്റെ കേസ് ആയാൽ പോലും നോക്കിക്കേ, ഇവിടെ മൊത്തം എത്ര നമ്പർ ഉണ്ട്?
ആദ്യത്തെ കേസിലൊക്കെ ഇത്രയും നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അടുത്ത് ഒരു നമ്പറും കൂടെ ഉണ്ടെന്ന് കരുതുക, ഒരു നമ്പറും കൂടി, ഒരു 13 കൂടെ ഉണ്ടെന്ന് കരുതുക. നടുക്ക് 2 നമ്പർ വന്നു. നമ്മൾ എന്താ ആവറേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? നേരത്തെ ആദ്യത്തെ മെത്തേഡ് വെച്ച് 7 + 9 / 2 നമുക്ക് 8 എന്ന് പറഞ്ഞ ആവറേജ് കിട്ടി. അത് നമുക്ക് എന്ത് മെത്തേഡും വെച്ച് കിട്ടും? രണ്ടാമത്തെ മെത്തേഡും വെച്ച് നമുക്ക് കിട്ടും. ആവറേജ് ഹയസ്റ്റ് നമ്പർ പ്ലസ് ലോവസ്റ്റ് നമ്പർ / 2. നോക്കാം, 3 + 13 / 2. അപ്പൊ എന്ത് കിട്ടൂടാ? 16/2. 16/2 എത്രയാ? 8 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. വീണ്ടും കിട്ടി ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആണല്ലോ? ആണ്. അപ്പോ 2 മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ. ആവറേജ് എന്ന് പറയുന്നത് എടാ കുറെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നോക്കാമല്ലോ. അതിന് ഒന്ന് സം ഓഫ് n നാച്ചുറൽ നമ്പർ. എടാ ഈ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ പല രീതിയിലുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പർ ആവാം, സം ഓഫ് നാച്ചുറൽ നമ്പർ ആവാം, ഓഡ് നമ്പർ ആകാം, ഈവൻ നമ്പർ ആകാം, സ്ക്വയർ ആകാം, ക്യൂബ് ആകാം. ഇവന്മാരെല്ലാം എന്ത് തന്നെയാ? നമ്മുടെ കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാ, കുറെ ടൈപ്പ് ഓഫ് സീക്വൻസാ. അപ്പോൾ നമുക്ക് യവന്മാരുടെ ഓരോരുത്തന്മാരുടെ എത്രയാ നമ്മുടെ ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിൽ ആദ്യത്തവന എന്താ? സം ഓഫ് n നാച്ചുറൽ നമ്പർ. എടാ സം ഓഫ് n നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ സം ഓഫ് n നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്? അറിയുക, n into n + 1 / 2 എന്ന് പറയുന്നത് എന്ത്? എന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, സം. എടാ നമുക്കറിയാം ഒരു സം ഉണ്ട് എങ്കിൽ ആവറേജ് കിട്ടുന്നത് എങ്ങനെയാ? ആവറേജ് എന്താ? ആവറേജ് എന്ന് പറയുന്നത് സം / നമ്പർ ആ നമ്മുടെ ആവറേജ്. ഓക്കെ, എന്റെ കയ്യിൽ മൊത്തം n നമ്പർ ഉണ്ട് എങ്കിൽ അവന്മാരുടെ സമ്മ് കണ്ടുപിടിക്കാനാ n × n + 1/2. എങ്ങനെയാ? സം ഓഫ് n നാച്ചുറൽ നമ്പർ 1 2 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പറാ നമ്മുടെ നാച്ചുറൽ നമ്പർ. അവന്മാരുടെ എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ സം ഇതാണ് എങ്കിൽ അവന്മാരുടെ ആവറേജ് എന്താ? സം / നമ്പർ. അപ്പോ n + 1 / 2 അല്ലെ, n × n + 1 / 2 സം / നമ്പർ. അപ്പൊ സം / നമ്പർ അതേ n ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടൂടാ? അവന്റെ ആവറേജ് എന്ന് പറയുന്നത് n + 1/2 എന്ന് കിട്ടൂലേ? ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ചെയ്ത സാധനം. ഏതാ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ / 2. അപ്പൊ എങ്ങനത്തെ ചോദ്യങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാം? നമുക്ക് n നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഒന്നാമത്തെ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ രണ്ടാമത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. എടാ സ്ക്വയർ ഒന്ന് നോക്കാടാ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാ നാച്ചുറൽ നമ്പർ എന്താ? 1 2 3 അതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോഴോ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, ഇങ്ങനെ പോകുന്ന കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോ യവന്മാരുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, യവന്മാരുടെ സമ്മും വേണം, യവന്മാരുടെ ആവറേജും വേണം. ഇങ്ങനെ പോകുന്ന കുറെ നമ്പേഴ്സിന്റെ സമ്മും വേണം, ആവറേജും വേണം. നോക്കാം. എടാ യവന്മാരുടെ സം കണ്ടുപിടിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? n × n + 1 × 2n + 1 / 6 എന്ന് പറയുന്നത് എന്ത്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. എടാ സം ഇതാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താ? സം / നമ്പർ അല്ലേ? സം / നമ്പർ. സം എന്ന് പറയുന്നത് ഇതാ / നമ്പർ. അപ്പൊ ആവറേജ് നമുക്ക് നോക്കാം. ആവറേജ് എവൻ / നമ്പർ. എവൻ / നമ്പർ എന്ന് പറയുമ്പോൾ ഒരു n ചെയ്താൽ പോരെ? എവനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എന്ന് പറയുന്നത് n + 1 n + 1 × n + 1 × 2n + 1 / 6 എന്ന് പറയുന്നത് എന്ത്? എന്റെ ആവറേജ് എന്ന് പറയുന്നത് ഏതിന്റെ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. ഓക്കെ, അടുത്ത് മൂന്നാമത്തേലേക്ക് പോവാം. സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. കുറെ നമ്പേഴ്സിന്റെ ക്യൂബ് ആണെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ നോക്കാം. 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, ഇങ്ങനെ വരുന്ന കുറെ നമ്പേഴ്സാ എക്സെട്ര അപ് ടു. യവന്മാരുടെ സമ്മ് കണ്ടുപിടിക്കണം, യവന്മാരുടെ ആവറേജ് കണ്ടുപിടിക്കാം.
ആദ്യം യവന്മാരുടെ സം ഒന്ന് എടുക്കാം. സം എടുക്കാം. എടാ യവന്മാരുടെ സം എടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. സം കണ്ടുപിടിക്കേണ്ട ഫോർമുല അതും നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താ? n into n plus 1 into 1 plus 1 divided by 2 the whole square എന്ന് പറയുന്നത് എന്ത്? സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. എടാ സം ഓഫ് n നാച്ചുറൽ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ത്? നമുക്ക് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. അപ്പോൾ ഫോർമുല കണ്ടുപിടിക്കാനും വലിയ പാടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? അവന്റെ സ്ക്വയറിന്റെ എടുക്കുന്ന സാധനം എന്ത്? അവന്മാരുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് സമ്മ. എടാ സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? അപ്പം ഡിവൈഡർ ബൈ നമ്പർ അല്ലേ? അപ്പോ ഈ സാധനം ഡിവൈഡർ ബൈ നമ്പർ അല്ലേ? നോക്കാം. n ഒന്ന് സ്ക്വയർ ഞാൻ രണ്ടിലും കൊടുക്കുകയാണ്. n സ്ക്വയർ n പ്ലസ് 1ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഡിവൈഡഡ് ബൈ നമ്പർ ഒരു n കൊണ്ട് ചെയ്യാം. എടാ ഇവിടത്തെ ഒരു n ഇവിടത്തെ ഒരു n ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടൂടാ? ഒരു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു n ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നതായിരിക്കും എന്ത്? സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. ഓക്കെ, ക്ലിയർ അല്ലേ? സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പർ. അവന്റെ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ആവും. ഓക്കെ, ക്ലിയർ? നോക്കടാ അടുത്ത് സം ഓഫ് n ഓഡ് നമ്പേഴ്സും സം ഓഫ് n ഈവൻ നമ്പേഴ്സും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് എന്തിൽ നിന്നാ? ഈ സം ഓഫ് n ഓഡ് നമ്പേഴ്സും അതുപോലെ ഈവൻ നമ്പേഴ്സിലുമാണ്. അപ്പൊ അവനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. നോക്കുമ്പോ എടാ നോക്കിക്കേ, സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. എടാ എന്റെ കയ്യിൽ കുറച്ച് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 1. ഓക്കെ നോക്കാം. എടാ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാ എന്ത്? നമ്മുടെ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവന്മാരുടെ സം എടുത്ത് നോക്കടാ. എടാ ആദ്യത്തെ ഒരു നമ്പർ ആണെങ്കിൽ ഞാൻ ഒരു നമ്പർ എടുത്തു. ആദ്യത്തെ ഒരു നമ്പറിന്റെ സമ്മ് എന്ത് തന്നെയാ? 1 തന്നെയാ. ആദ്യത്തെ രണ്ട് നമ്പറിന്റെ സമ്മോ 1 + 3 എത്ര കിട്ടി? 4 കിട്ടി. ആദ്യത്തെ 3 നമ്പറിന്റെ സമ്മോ 1 + 3 + 5 എത്ര കിട്ടി? 9 കിട്ടി. അപ്പോ ആദ്യത്തെ 4 നമ്പറിന്റെ സമ്മോ 1 + 3 + 5 + 7 എത്ര കിട്ടും? 9 + 7 16 എന്ന് കിട്ടും. എടാ ഒന്ന് നോക്കിക്കഴിഞ്ഞേ, ഈ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്താ? ഒരു നമ്പർ ആയപ്പോൾ സം 1, 2 നമ്പർ ആയപ്പോ സം 4, 3 നമ്പർ ആയപ്പോ സം 9, 4 നമ്പർ ആയപ്പോൾ സം 16. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് പാറ്റേണിലാടാ പോകുന്നേ? ഈ നമ്പറിന്റെ സ്ക്വയർ അല്ലേ? 1ന്റെ സ്ക്വയർ അല്ലേ അവൻ? 2ന്റെ സ്ക്വയർ അല്ലേ? 3ന്റെ സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ അല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്ത് കിട്ടുമായിരിക്കും? 5ന്റെ സ്ക്വയർ ആയ 25 കിട്ടൂലേ? കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10 നമ്പറിന്റെ സമ്മ് എന്തായിരിക്കും? 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്തായിരിക്കും? 10ന്റെ സ്ക്വയർ അല്ലേ? എത്ര കിട്ടും? 100 കിട്ടൂലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്തായിരിക്കും? എടാ സം ഓഫ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കുമല്ലോ. n സ്ക്വയർ. ഓക്കെ, ക്ലിയർ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ല. സം ഓഫ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയറാ. എടാ n സ്ക്വയർ ഓഡ് നമ്പർ സം ആണ് എങ്കിൽ അവന്റെ ആവറേജ് എന്ത് വരുമായിരിക്കും? സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്നതല്ലേ അവന്റെ ആവറേജ്. അപ്പോ നമുക്ക് അവന്റെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് എന്ത് കിട്ടുമായിരിക്കും? n സ്ക്വയർ ഡിവൈഡഡ് ബൈ n അല്ലേ വരൂ. n സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്താ? n ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? n എന്ന് നമുക്ക് കിട്ടൂലേ ആവറേജ്. ഓക്കെ. അപ്പോ സം എന്ന് പറയുന്നത് n സ്ക്വയർ എന്നും കിട്ടും, അവന്റെ ആവറേജ് എന്ന് പറയുന്നത് n എന്നും കിട്ടും. എന്തിന്റെയാ? സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഒരു 10 ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ്. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 10 തന്നെയാ. ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 100 തന്നെയാ. ആദ്യത്തെ 200 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 200 തന്നെയാ. ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ആണല്ലോ. ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അടുത്ത നമുക്കൊന്ന് നോക്കാം. എടാ സം ഓഫ് n ഈവൻ നമ്പേഴ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കടാ. ഈവൻ നമ്പേഴ്സ്. എടാ ഈവൻ നമ്പേഴ്സിൽ വരുമ്പോ നോക്കിക്കേ, കുറച്ച് ഈവൻ നമ്പേഴ്സ് ചെയ്താ. ആദ്യത്തെ 2, 4, 6, 8, 10 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സാ എന്ത്? എന്റെ ഈവൻ നമ്പേഴ്സ്. എടാ ആദ്യത്തെ ഒരു നമ്പറിന്റെ സമ്മ് 2 തന്നെയാ.
ആദ്യത്തെ 2 ഈവൻ നമ്പർ 2 + 4 എത്രയാ? 6. ആദ്യത്തെ 3 നമ്പർ സമ്മ് 2 + 4 + 6 എത്രയാ? 12. ആദ്യത്തെ 4 നമ്പറിന്റെ 2 + 4 + 6 + 8 20. വീണ്ടും നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാടാ, ഒരു നമ്പറിന്റെ സമ്മ് എത്രയാ? 2. ഒരു നമ്പറിന്റെ സമ്മ് 2. 2 നമ്പറിന്റെ ആദ്യത്തെ 2 നമ്പറിന്റെ സമ്മ് എത്രയാ? 6. ആദ്യത്തെ 3 നമ്പറിന്റെ 12. ആദ്യത്തെ 4 നമ്പറിന്റെ 20. എങ്ങനെയാടാ ഈ 1 2 2 6 3 12 4 20 ഒക്കെ ആയത്? ഒന്ന് നോക്കാം. 1 × 2 ചെയ്തപ്പോഴല്ലേ 2 ആയത്? അതേപോലെ 2 × 3 ചെയ്തപ്പോഴല്ലേ 6 ആയത്? അങ്ങനെയാണെങ്കിൽ 3 × 4 ചെയ്തപ്പോ ആയിരിക്കുമല്ലോ അത് 12 ആയത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4 × 5 ചെയ്തപ്പോഴല്ലേ 20 ആയത്? 1 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, 2 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ n നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ അവന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? n × n + 1 ചെയ്താൽ പോരെ? ഇതല്ലേ എന്ത്? സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താ? n × n + 1. n × n + 1 എന്ന് പറയുന്നതാണ് എന്ത്? സം ഓഫ് n ഈവൻ നമ്പേഴ്സ്. എടാ, സം ഓഫ് n ഈവൻ നമ്പേഴ്സ് n × n + 1 ആണെങ്കിൽ അവന്റെ ആവറേജ് എന്തായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് എന്താ? ആ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുമ്പോൾ n × n + 1 ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n + 1 എന്ന് പറഞ്ഞ് നമുക്ക് ആവറേജ് കിട്ടുമോ? n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, അപ്പോ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ച് ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പോ എടാ, ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് 1 2 3 4 5 6 7 8. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്ത് നമ്പേഴ്സാ? അരിത്തമെറ്റിക് സീക്വൻസിൽ കിടക്കുന്ന നമ്പേഴ്സ് അല്ലേ? എങ്ങനെ മനസ്സിലായി അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്? നോക്കാം. എന്താ യവന്മാരുടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞ് 1 1 1 എല്ലാത്തിന്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 1 തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ യവന്മാരെന്താ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് 2 മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെയൊക്കെയാ? ഒന്നെങ്കിൽ നമുക്ക് മിഡിൽ ടേം എടുക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ്. മൊത്തം എത്ര നമ്പർ ഇടാ ഉള്ളത്? 1 2 3 4 5 6 7 8 മൊത്തം 8 നമ്പേഴ്സ് ഉണ്ട്. 8 നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ നടുക്ക് എത്ര നമ്പർ വരും? നടുക്ക് 2 നമ്പർ വരും. ഏതൊക്കെയാ നടുക്ക് 2 നമ്പർ വരുന്നേ? 4 ഉണ്ട് 5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ? 4 + 5 ഡിവൈഡഡ് ബൈ 2. അവന്റെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാ? ആവറേജ് തന്നെയല്ലേ? നോക്കിയേ, 9/2. 9/2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടൂലേ? എന്താ? 4.5. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒന്നാമത്തെ മെത്തേഡ് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാ. അങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ആ. നോക്കിക്കേ, ഫസ്റ്റ് ടേം 1 ആണ് പ്ലസ് ലാസ്റ്റ് ടേം 8 ആണ്. 1 + 8 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? 9/2. 9/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 4.5 തന്നെയാ. ഏത് രീതി ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാലോ. നോക്കിക്കേ, ഓക്കെ, വീണ്ടും ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 99 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജാ കണ്ടുപിടിക്കേണ്ടേ. എടാ, അങ്ങനെയാണെങ്കിൽ ഇത് സം ഓഫ് n നാച്ചുറൽ നമ്പറിന്റെ ഫോർമുല അല്ലേ? എന്താ നമ്മൾ സം ഓഫ് n നാച്ചുറൽ നമ്പറിന്റെ ഫോർമുല ആയിട്ട് പറഞ്ഞത്? n × n + 1 ഡിവൈഡഡ് ബൈ 2 ആ സം ഓഫ് n നാച്ചുറൽ നമ്പർ. അവന്റെ ആവറേജ് പറഞ്ഞ എന്താ? ആവറേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? n + 1 ഡിവൈഡഡ് ബൈ 2 ആ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ 99 നമ്പറിന്റെ ആവറേജ് അല്ലേ? 99 നമ്പറിന്റെ ആവറേജ് എടുക്കാനായിട്ട് n എന്ന് പറയുന്ന ആരാ? 99 പേരല്ലേ?
99 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 100 ഡിവൈഡഡ് ബൈ 2 ഒരു 50 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുമോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് നോക്കിയേ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഒന്ന് നോക്കിയേ. എന്താ കുഞ്ഞ് നമ്പേഴ്സ് അല്ലേ? 2, 4, 6, 8, 10. എന്താ ഈവൻ നമ്പേഴ്സ് അല്ലേ? ഈവൻ നമ്പേഴ്സിന്റെ സം അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഓക്കെ, ഓൾറെഡി നമുക്ക് സീക്വൻസ് ഉണ്ട് എങ്കിൽ വളരെ എളുപ്പമാവും. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ ടേം എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എടുക്കാം. എങ്ങനെ വേണോ ചെയ്യാം. കാരണം ഇതെല്ലാം എന്ത് തന്നെയാ? ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാ. നോക്കുമ്പോൾ മനസ്സിലായ എന്താ? ഡിഫറൻസ് 2 ആ. എല്ലാം 2 തന്നെയാ. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അവന്മാർ എന്ത് തന്നെയാ? അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ആണെങ്കിൽ നമുക്ക് 2 മെത്തേഡ് ചെയ്യാമല്ലോ. ഏതൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, അല്ലെങ്കിൽ എന്തെടുക്കാം? അല്ലെങ്കിൽ അവന്റെ മിഡിൽ നമ്പർ എടുക്കാം. ഏതെടുത്താലും നമുക്ക് എന്താ? ആൻസർ തന്നെയാ. ക്ലിയർ? ഓക്കെ, എടാ മിഡിൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ സീക്വൻസ് തന്നിട്ടുണ്ട്, അവന്മാർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ അവന്മാരുടെ മിഡിൽ ടേം എടുക്കാൻ ഭയങ്കര എളുപ്പമാ. എന്താ നടുക്ക് കിടക്കുന്ന നമ്പർ ആരാ? 6 തന്നെ ആവറേജ്. ഓക്കെ, അല്ല നിങ്ങൾക്ക് നടുക്ക് കിടക്കുന്ന നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്റെ കയ്യിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, നടുക്കത്തെ നമ്പർ എടുക്കാൻ ഭയങ്കര പാടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രം മതി. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ അരിത്തമെറ്റിക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ആവറേജ് എന്താ? 2 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 2. അവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടി? 6 തന്നെ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ എന്റെ കയ്യിൽ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എനിക്ക് പാടാ. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. പക്ഷേ ഇത് എങ്ങനെയുള്ള ചോദ്യത്തിലേ പറ്റുള്ളൂ? യവന്മാര് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാത്ത ചോദ്യത്തിലൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രാക്ടിക്കൽ അല്ലേ? പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. ഓക്കെ, എടാ നോക്കിയേ, ആവറേജ് കണ്ടുപിടിക്കണം. എത്രയാ? ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. എടാ ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 100 ഈവൻ നമ്പേഴ്സ് നമ്മൾ സാധാ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 100 ഒക്കെ കൂട്ടി ഒരുപാട് സമയം എടുക്കും അല്ലേ? പക്ഷെ നമുക്ക് പെട്ടെന്ന് വേണ്ടേ? എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പെട്ടെന്ന് വേണം. അങ്ങനെ പെട്ടെന്ന് വേണമെങ്കിൽ നോക്കിക്കേ, എന്ത് സാധനം തന്നെയാ? ഈവൻ നമ്പർ തന്നെയാ. ഈവൻ നമ്പർ ആദ്യത്തെ എത്ര എണ്ണമാ? 100 എണ്ണത്തിന്റെ ആവറേജാ വേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? 100 ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ n ഈവൻ നമ്പേഴ്സിന്റെ സം എങ്ങനെ എടുക്കൂടാ? ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവന്റെ ആവറേജ് എന്തായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ n എന്ത് തന്നെയാ? n പ്ലസ് 1 ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. n പ്ലസ് 1 ആണ് എന്ത്? ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത്. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 100 നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 100 പ്ലസ് 1. 100 പ്ലസ് 1 എത്രയാ? 101 അല്ലേ നമുക്കുള്ള ആവറേജ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കേ, എന്താ? 1, 3, 5, 7 ഇവന്മാരുടെ ആവറേജ് എടുക്കാനാ. ഒന്ന് നോക്കാം. എടാ നമ്മൾ ഓൾറെഡി 2 കോൺസെപ്റ്റ് പഠിച്ചു. ഏതാ? ഒന്നെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എന്നും, അല്ലെങ്കിൽ എന്താ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് യവന്മാരുടെ മിഡിൽ ടേമാ നമ്മുടെ ആവറേജ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സാധാ എടാ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ എന്തേ പറയുള്ളൂ? എടാ അവിടെ ഇങ്ങനെ പറയുള്ളൂ. എന്താ? 1 നോക്കാം, അവർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. എടാ നോക്കിക്കേ, 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 ഡിവൈഡഡ് ബൈ അവന്മാരുടെ നമ്പർ എത്രയാ? മൊത്തം 5 പേരുണ്ട്. ഇങ്ങനെ ചെയ്യുമായിരിക്കും. എന്താ നമുക്ക് എന്ത് ആൻസർ കിട്ടൂടാ? പക്ഷെ നമുക്ക് എന്താ, നമുക്ക് ആൻസർ ആണോ ആവശ്യം? നമുക്ക് സമയം ആവശ്യം അല്ലേ? നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം, അങ്ങനെയല്ലേ? ഓക്കെ, നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ? 3 പ്ലസ് 1 4 4 9 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 25 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഓക്കെയാ, ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ആൻസർ അല്ല വിഷയം. എന്താ?
നമുക്കുള്ള സമയം ആ പ്രശ്നം. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. എന്ന് വെച്ചാൽ ആ ഒരു സമയം വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും കിടപ്പുണ്ടല്ലേ, അപ്പോൾ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉള്ള ചോദ്യങ്ങളെ സമയം ഏറ്റവും കുറച്ച് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ ഒക്കെ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ട എന്താ, നമുക്ക് പെട്ടെന്ന് ആൻസർ വേണം. പെട്ടെന്ന് ആൻസർ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അറിയണം. ഒന്നെങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സ് എന്താ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മിഡിൽ ടേം എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എടുക്കാം. ഇതിൽ ഏത് വെച്ച് ചെയ്യാം നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ അവന്മാരുടെ മിഡിൽ ടേം എടുത്തു കഴിഞ്ഞാൽ മൊത്തം 5 ടേമാ. 5 ടേം ആണെങ്കിൽ അവന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാ, ഇവൻ തന്നെയല്ലേ. ആൻസർ കിട്ടിയില്ലേ 5. നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായോ? ഇല്ലല്ലോ. വളരെ എളുപ്പമായിട്ട് കിട്ടിയില്ലേ? കിട്ടി. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വലിയ നമ്പറാണ് കിടക്കുന്നേ, ഇത് 5 നമ്പർ മാത്രമല്ലേ ഉള്ളൂ, ഇതുപോലെ ഒരു 10, 20 അല്ലെങ്കിൽ ഒരു 50 നമ്പർ കിടന്നെന്ന് വെച്ചോ. അവിടെ ആവറേജ് എടുക്കാനായിട്ട് നമുക്ക് വേണ്ട എന്താ, നടുക്കത്തെ നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും മതി. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും. എങ്ങനെയാ നോക്കിക്കേ, 1 + 9 ഡിവൈഡഡ് ബൈ 2, ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും, 10/2 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പിന്നെ ഈ മെത്തേഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇവനെ നമുക്ക് വേണ്ട. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലോട്ട് പോവാം അല്ലെ. ഒന്നെങ്കിൽ മിഡിൽ ടേം പോവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിലോട്ട് പോവാം. പക്ഷേ നമ്മുടെ ചോദ്യം എങ്ങനെ കിടക്കണം, നമുക്കുള്ള ചോദ്യം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ചെയ്യാൻ പറ്റുമല്ലോ, ഓക്കെ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, എടാ നോക്കിക്കേ, ചോദ്യം എന്താ, ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജാ കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, യവന്മാരുടെ ആവറേജാ കണ്ടുപിടിക്കേണ്ടേ, 100 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ്. എടാ ഓഡ് നമ്പർ നമ്മൾ സാധാ ഒരു നമ്പർ വെച്ചിട്ട് ഓഡ് നമ്പേഴ്സിന്റെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 1 + 3 5 7 9 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എപ്പോഴെങ്കിലും തീരുവോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് ആൻസർ വേണം അല്ലെ. നമുക്ക് പെട്ടെന്ന് ആൻസർ വേണമെങ്കിൽ അതിൻ്റെതായ മാർഗം നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താ, 100 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ്. നമ്മൾ അല്ലെങ്കിൽ n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് പഠിച്ചു, ആവറേജ് പഠിച്ചു. ഓക്കെ, n ഓഡ് നമ്പേഴ്സിന്റെ സം എന്താ നമ്മൾ പഠിച്ചത്, n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താ, n². അങ്ങനെയാണെങ്കിൽ അവന്റെ ആവറേജ് എന്താ, n² ഡിവൈഡഡ് ബൈ n. അപ്പൊ എന്ത് കിട്ടൂടാ, n എന്ന് കിട്ടിയില്ലേ. അപ്പോ എത്രയാണോ എന്റെ കയ്യിലുള്ള നമ്പർ അത് തന്നെയല്ലേ അവന്റെ ആവറേജ് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ഒരു 10 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ 10 തന്നെ എന്റെ ആവറേജ്. എന്റെ കയ്യിൽ ഒരു 100 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ 100 തന്നെ ആവറേജ്. എന്റെ കയ്യിൽ ഒരു 200 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ 200 തന്നെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ എന്താ, എനിക്ക് എന്റെ കയ്യിൽ 100 ഓഡ് നമ്പർ അല്ലേ ഉള്ളത്. 100 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ എന്റെ ആവറേജ് എന്ത് തന്നെയാ, 100 തന്നെയല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ചെയ്യാൻ പറ്റുന്നതല്ലേ. ഓക്കെ, ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ഒരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.